നമ്മുടെ യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഈ കോട്ടക്കുന്ന്. എറണാകുളം ജില്ലക്കാർക്ക് അവരുടെ മറൈൻ ഡ്രൈവ് ഉള്ളതുപോലെ തന്നെ മലപ്പുറം ജില്ലക്കാരുടെ മറൈൻ ഡ്രൈവ് എന്ന് വരെ അറിയപ്പെടുന്ന സ്ഥലമാണ് ഈ കോട്ടക്കുന്ന്. മലപ്പുറംകാരുടെ ആ ഒരു ജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ കോട്ടക്കുന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര കോട്ടക്കുന്നിലാണ്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കയറുന്ന ഭാഗത്തായിട്ട് കോട്ടക്കുന്ന് ടൂറിസം പ്രോജക്റ്റ് എന്നും അത് ആരൊക്കെയാണ് ഉദ്ഘാടനം ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രവേശന ഭാഗത്തായിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള പ്രത്യേകം ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് കളക്ട് ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. വെറും 10 രൂപ മാത്രമാണ് ഇവിടുത്തെ ചാർജ്. നിലവിൽ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ. കയറുന്ന ഭാഗത്തായിട്ടൊരു കടയൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം വെള്ളവും സ്നാക്സും എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാവുന്നതാണ്. നമ്മൾ ഇതിലൂടെ വേണം പാസ് ചെയ്ത് കയറാൻ. ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് തന്നെ ധാരാളം ന്യൂസ് ചാനലിലും യൂട്യൂബ് ചാനലുകളുടെ ചർച്ചകളിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കിയ നല്ലൊരു മനോഹരമായ സൺസെറ്റ് നമുക്കിവിടെ ഇന്ന് എന്തായാലും ദൃശ്യമാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ആക്ച്വലി നമ്മൾ ഈ ഒരു മലപ്പുറം പ്രദേശത്തൂടെ കടന്നു പോയപ്പോൾ ഇങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കയറി എന്തൊക്കെയാണെന്ന് കാണാമെന്ന് കരുതിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ന്യൂസ് ചാനലിലെല്ലാം കണ്ടു ഇത് ഒരുപോലെ തന്നെ നമുക്ക് ഒരുപാട് ടാസ്കുകളുള്ളൊരു സ്ഥലമാണ്. അതായത് ഇത് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അതുപോലെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു പാർക്ക് കൂടിയാണ്. അതുപോലെ തന്നെ ചിൽഡ്രൻസിന് പറ്റിയ ബെസ്റ്റ് ചിൽഡ്രൻസ് പാർക്കാണ്, വാട്ടർ തീം പാർക്കാണ്. ഇതെല്ലാം കൂടെ ചേർന്നൊരു പ്രദേശമാണ് നമ്മുടെ കോട്ടക്കുന്ന്. പ്രവേശനം ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ധാരാളം വൃക്ഷങ്ങളും ചെടികളും എല്ലാം അവർ നട്ട് വളർത്തുന്നുണ്ട്. വളരെ റെയർ സ്പീഷീസുകളൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഒരു റൈഡ് കാണാം. വെള്ളത്തിൽ നമ്മൾ വീഗാലാൻഡിലൊക്കെ കാണാറുള്ള ഒരു ടൈപ്പ് റൈഡായിരുന്നു അവിടെ കണ്ടത്. അതുപോലെ നമുക്ക് ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം പോകുന്ന വഴി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളൊരു പാർക്കാണിത്. അതുകൊണ്ട് ഇവിടെയായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാം ഇത്തരത്തിലുള്ള മെസ്സേജുകളെല്ലാം ഓരോ മരങ്ങളിലും പ്രത്യേകമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ വളർത്തുന്നതിൻ്റെ ആവശ്യകത നമ്മളെ മനസ്സിലാക്കി തരുന്ന ധാരാളം മെസ്സേജുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരുപാട് പ്രകൃതി സ്നേഹികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും കോട്ടക്കുന്ന്. കുറച്ച് പടവുകൾ നമ്മൾ കയറി വേണം ആ കുന്നിൻ്റെ മുകൾ വരെ എത്താൻ. അതുപോലെ തന്നെ പോകുന്ന വഴിയിട്ട് ഒരു ആർട്ട് ഗാലറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കലാകാരന്മാർക്കും ഇഷ്ടപ്പെടുന്ന പ്രദേശമാണ്. ധാരാളം ആർട്ട് വർക്കുകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്കൊരു ഫാർമറിൻ്റെ പ്രതിമ കാണാം. എന്നാൽ എന്നെ ഈ ഒരു പ്രദേശത്തേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഇവിടുത്തെ ആ ഒരു അഡ്വഞ്ചറസ് ടാസ്കുകളൊക്കെ തന്നെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ന്യൂസ് ചാനലിലൊക്കെ. ഇവിടെ നമുക്കില്ല ചൈനയിലുള്ള ഗ്ലാസ് പാലമൊക്കെ ഉണ്ട്. അതായത് ഹൈറ്റിലൂടെ ഗ്ലാസ് പാലത്തിലൂടെ നടക്കുന്ന ടാസ്ക്. അതുപോലെ തന്നെ നമുക്ക് എത്രയോ ഫീറ്റ് അടിമുകളിലൂടെ നമുക്ക് സൈക്കിള് ഒരു കയറിലൂടെ ചവിട്ടിപ്പോകുന്ന അഡ്വഞ്ചർ. അങ്ങനെ പല ടൈപ്പ് അഡ്വഞ്ചർ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അഡ്വഞ്ചറുകളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ കോവിഡ് കാരണം പല സംഭവങ്ങളും നിലവിൽ ഓപ്പൺ ആയിട്ടില്ല. ഞാനിപ്പം വന്നിരിക്കുന്ന സമയം ആ ഒരു കോവിഡ് ലോക്ക്ഡൗൺ മാറി ഇത് ഓപ്പൺ ആവുന്നതിൻ്റെ അടുത്തുള്ളൊരു സമയത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്നാലും എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോവിഡ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് അത് ഓപ്പണായ സമയത്തായിട്ട് പോലും ഇത്രയധികം ആളുകൾ ഒരേ സമയത്ത് ഇവിടെ എത്തി എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. അതുപോലെ തന്നെ ഇവിടെ ആകെ കണ്ടൊരു കുറവെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും മാസ്ക് ഒന്നും കൃത്യമായിട്ട് ധരിച്ചിട്ടില്ല. പിള്ളേരൊക്കെ ആണെങ്കിൽ അവരുടെ റൈഡുകളിലൊക്കെ കളിക്കുന്നത് മാസ്ക് ഒന്നും ഇടാതെയൊക്കെ കുറേ പേര് കളിക്കുന്നത് ഞാൻ കണ്ടു. ഇത്തരത്തിൽ നമ്മൾ നടക്കുന്ന സ്ഥലത്തെല്ലാം ഇരിക്കാനും ഒക്കെ ഉള്ള പ്രദേശങ്ങളുണ്ട്. ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞ് ഇവിടെ മുഴുവൻ എല്ലാ ടൈപ്പ് മരങ്ങളും ചെടികളും എല്ലാം കൊണ്ട് വളരെ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ഓക്സിജൻ ശ്വസിച്ചാൽ ഏറ്റവും ഫ്രഷ് എയർ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അതാണ്ട് ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഗൈസ്. ഇവിടെ നമുക്ക് ഏകദേശം മലപ്പുറം ജില്ലയുടെ വലിയൊരു പ്രദേശവും കോഴിക്കോട് സിറ്റി വരെയൊക്കെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയുമെന്നാണ് പ്രധാനപ്പെട്ട പല വീഡിയോയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ ധാരാളം കപ്പിൾസും ധാരാളം കമിതാക്കളും വന്നു ചേരുന്ന ഒരു പ്രദേശം കൂടിയാണ് കോട്ടക്കുന്ന്. നമുക്ക് കമിതാക്കളുടെ പറുദീസ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം ആൾക്കാരെ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു ഓൾറെഡി. ഇതുപോലുള്ള നമുക്ക് വ്യൂ പോയിന്റ് നല്ല പക്കയായിട്ട് വ്യൂ കിട്ടാൻ വേണ്ടിയുള്ള ടവറുകളും ഇവിടെ പലയിടത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ പല ടവറുകളുടെ മുകളിലായിട്ടായിരുന്നു നമ്മൾ പറഞ്ഞ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നിലവിൽ അതൊക്കെ മുടങ്ങി കിടക്കുകയാണ്. അതുപോലെ തന്നെ പല പുതിയ റൈഡുകളുടെ പണികളും നമ്മൾ ഈ പോകുന്ന വഴിയിൽ പലയിടത്തായിട്ട് കാണുന്നുണ്ട്.
ഇതുവരെ ഇല്ലായിരുന്ന കാര്യങ്ങൾ പുതിയതായിട്ട് നിർമ്മിക്കുന്നതും നിലവിൽ നിന്നിരുന്ന സാധനങ്ങളെല്ലാം കുറേ നാൾ പ്രവർത്തിക്കാതെ കിടന്നുകൊണ്ട് അതിൻ്റെ സുരക്ഷ എല്ലാം ക്രമീകരിച്ച് അതിപ്പം റീസ്റ്റാർട്ട് ചെയ്യുന്ന രംഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാർ പാർക്ക് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ കാർ എൻട്രാൻസ് ചെയ്ത് ബാക്ക് സൈഡിലെ പാർക്കിംഗ് കൊണ്ട് നമുക്ക് കുന്നിൻ്റെ മുകളിൽ കയറ്റാനുള്ള സംവിധാനവും ഇവിടെ നമുക്ക് നൽകുന്നുണ്ട്. അതിൽ പാർക്കിംഗ് ഫീ ഒക്കെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 10-30 രൂപയോ അങ്ങനെയൊക്കെയാണ് ബൈക്കിനൊക്കെ എന്ന് തോന്നുന്നു. 20-30 ആ റേഞ്ചൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ധാരാളം കുട്ടികളും മുതിർന്നവരും എല്ലാം ഒരുപോലെ വന്ന് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ആകാശത്തേക്ക് നോക്കി ആ ഒരു സൺസെറ്റ്, ആ ഒരു ആകാശത്തൊരു പൊട്ടിട്ട പോലത്തെ ഒരു പ്രതിനിധിയുണ്ട്. അതുകൊണ്ട് ഇവിടെയായിട്ട് നമ്മുടെ ഹൊറർ ഹൗസൊക്കെ കാണാം. നമ്മൾ വീഗാലാൻഡിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള അതേ ഹൊറർ ഹൗസുകളൊക്കെ ഉണ്ട്. അങ്ങനെ വളരെ എൻ്റർടൈനിങ് ചെയ്യുന്നൊരു സ്ഥലം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലിയായിട്ട് മലപ്പുറത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് കോട്ടക്കുന്ന്. അതുകൊണ്ട് ഇവിടെയൊക്കെ ധാരാളം പിള്ളേർ കിടന്ന് ചാടി തുള്ളി മറിയുന്നത് നമുക്ക് കാണാം. പലരും മാസ്ക് ഇടാത്തത് മാത്രമേ ഉള്ളൂ എന്നെ ഒന്ന് വിഷമപ്പെടുത്തിയ കാര്യം. അതുപോലെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 10 രൂപയ്ക്ക് നിങ്ങളിവിടെ പ്രവേശിച്ച് കഴിഞ്ഞാൽ രാത്രി ഇത് ക്ലോസ് ചെയ്യുന്ന സമയം വരെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കാം എന്നതാണ് വലിയൊരു അഡ്വാൻറ്റേജ്. എന്നാൽ നമ്മുടെ കൊല്ലം അഡ്വഞ്ചർ പാർക്കിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാം. എന്നാൽ അവിടെ നിന്ന് ഈടാക്കുന്ന ടിക്കറ്റ് വിലയും സമയവും നമുക്ക് തരുന്നതൊക്കെ അറിയാം. എന്നാൽ ഇവിടെ വെറും 10 രൂപയ്ക്ക് നിങ്ങൾക്ക് രാവിലെ കയറി രാത്രി വരെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. ചില റൈഡുകളിൽ പ്രത്യേകം ക്യാഷ് കൊടുത്ത് റൈഡുകളിൽ പ്രവേശിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. കോവിഡിന് മുമ്പായിട്ട് പലതരത്തിലുള്ള ഫെസ്റ്റുകളും രാത്രി ലേസർ ഷോ തുടങ്ങിയ എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കോവിഡ് കാരണം പലതും മുടങ്ങി കിടക്കുവാണ്. എല്ലാം നേരെയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ബൈ.